ഓക്കെ പിരിച്ചിട്ടു മറ്റേ ചോദിച്ചു ഉത്തരം കിട്ടിയില്ല. ജനാധിപത്യം ഭരിക്കുന്നവരാണോ ബിജെപി അധികാരത്തിൽ വന്നത് എന്തിന്റെ റീസണാണ്? എങ്ങനെ യൂസ് ചെയ്തു? ബി ജെ പി അധികാരത്തിൽ വന്ന രണ്ട് രീതി കൊണ്ടാണ്. കോൺഗ്രസിന്റെ പങ്ക് വിട്ടാല് കോൺഗ്രസ് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞു. വേറെ രണ്ട് രീതിയുണ്ട് ബി ജെ പി അധികാരത്തിൽ. വർഗീയത. പക്ഷെ അത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. ഹിന്ദു വോട്ടെന്നുള്ളത് ഇത്രയും വർഗീയത ഇപ്പൊ യൂസ് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല. വർഗീയത. രണ്ട് ഫോട്ടോഷോപ്പ് കൊണ്ട് മാത്രം ജയിച്ചൊരു പാർട്ടിയാണ് ബി ജെ പി. ഒരു ഫോട്ടോഷോപ്പ് കൊണ്ട് എനിക്ക് പ്രധാനമന്ത്രി ആണെങ്കിൽ ആ ഒരു ഒപ്പീനിയൻ നിന്റെ യോജന ആർക്കും അങ്ങനത്തെ ഫോട്ടോഷോപ്പൊക്കെ ചെയ്ത് ജയിച്ചു എന്നൊക്കെ പറഞ്ഞത് പാലിച്ചാകും. തീർച്ചയായും തീർച്ചയായും ഞാൻ ആദ്യം ഇറങ്ങി പോകേണ്ടവനാണ്. എന്ത് മനുഷ്യനാണ്. കഴിഞ്ഞ കളി തന്നെ വീട്ടിൽ ഇറക്കിയില്ല. അവസാനം എനിക്ക് മൂട് പുറത്ത് വെച്ച് ചെയ്തിട്ട് ഒന്നും ട്രൈ ചെയ്തില്ല. ശരിക്കും കഴിഞ്ഞ ആഴ്ച പക്കയായിരുന്നു. ഈ നിന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ ഞാൻ എന്നാ മുട്ടയോട് പറഞ്ഞു മുട്ട എറിയുന്നുണ്ട്. മുട്ടയ്ക്ക് ഞാൻ എന്താ ചെയ്യാൻ നോക്കുന്നത് മുട്ട കറക്റ്റായിട്ട് മനസ്സിലായി. മുട്ട അതിന് ഓപ്പോസിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ മുട്ടയെ പൊതുവെ പുള്ളി ഒരു അടിപൊളി ട്രൈ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കളി അവർ ചെയ്തിട്ടുണ്ട്. മര്യാദക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അയാളുടെ വർഗീസാണ് അനുവണ്ണം ഇങ്ങനെ നോക്കി ആസ്വദിച്ചു കീപ്പ് ചെയ്തിട്ട് അതിന്റെ ഈ പണ്ടാലൊന്ന് മാറ്റണം. ഷോട്ട് ഒഴിവാക്കാനാണ് ഇവിടെ ഞാൻ ഫോർ അടിച്ചിട്ടില്ല. ഫോർ അടിച്ചിട്ടില്ല. അത് മാറ്റണം. പക്ഷെ അത് ഞാൻ എല്ലാം പക്ഷെ മുമ്പുണ്ടല്ലോ നെറ്റ്സിൽ എനിക്ക് ബാറ്റ് കണക്ട് ആകത്തില്ല. ഫീൽഡിൽ ഗ്രൗണ്ടിലാണെങ്കിൽ മര്യാദ കാണാൻ സിംഗിൾ വരും, റൊട്ടേറ്റ് വരുന്നത്. ഡോട്ട് ബോൾസ് കുറവായിരുന്നു. ഇപ്പൊ നെറ്റ്സിൽ കണക്ട് ചെയ്യുന്നത് ഞാൻ ഫ്രണ്ട് കൊണ്ടുവരാൻ നോക്കി. ഇപ്പൊ ഇപ്പൊ ഒന്നല്ലാണ്ട് മുമ്പ് മൊത്തം ബാക്ക് ഫുട്ടായിരുന്നു. അതിലോട്ടും തുടങ്ങിയിട്ടില്ല. ഇനി വരാൻ പോണോ അതൊന്ന് CSK കളി രണ്ടെണ്ണം പോയി. CSK ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് 250 ഓസ്ട്രേലിയ അവര് എന്തെല്ലാം കാണിക്കണം. എത്ര കൊല്ലമായി 58-2 ബട്ട്ലർ ഫോമൗട്ടായാലും എന്തൊരു ഭൂമി കളിയാണ്. ടെസ്റ്റിലും വൺ ഡേയിലും 2020-ലും ഡേഞ്ചറസ് കമന്റ് പറയുന്നതിനൊക്കെ
അടിച്ച കളിയൊക്കെ കാണണം നല്ല ക്ലീൻ കിട്ടാണ് ഇന്ത്യയിൽ വന്നിട്ട് അങ്ങനെ കളിക്കാൻ ഒരുത്തിനും കളിച്ചിട്ടില്ല ഈ പറഞ്ഞ വില്യംസൺ പോലും കളിച്ചിട്ടില്ല തോറ്റും പോലെ വണ്ണേലും കളിച്ചില്ല ജെയ്സൺ റോയൽ ഞാൻ പറഞ്ഞതാ അത്ര ഈസി കളിക്കുന്നുണ്ട് ഇന്ത്യയിലൊന്നും കളിച്ചില്ല അത്ര ഈസി അല്ലാതെ അങ്ങനെ അതൊക്കെ ആരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്താ ആ ബെൻ സ്റ്റോക്സ് പോലെ ലാസ്റ്റ് കളി അത് ലാസ്റ്റ് ആണ് അടിക്കാൻ ഭയങ്കര പൊട്ടൻഷ്യലാണ് ആ കളിയല്ലടാ ഇന്ത്യ വണ്ടേ തൊട്ടില്ലേ അവന് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷെ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവൻ IPL പോലും വേണ്ടാന്ന് വെച്ച് ടീമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തത് അവൻ IPL വന്നവൻ എപ്പോ എടുത്തെന്ന് ചോദിച്ചത് നല്ല കഴിഞ്ഞ IPL ഒന്നും കളിക്കുന്നില്ല അവർക്ക് ഇതുണ്ടായിരുന്നു എന്തോ ടെസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴും ജോറൂനാണ് ക്യാപ്റ്റൻ ചാൻസ് പറഞ്ഞത് പക്ഷേ സ്റ്റോക്സിന്റെ ഇങ്ങനത്തെ പെർഫോമൻസ് അവനെ സിംബാബ്വെയാണോ ജോർഡൻ അവർ കഴിച്ചിട്ടുണ്ടോ പിന്നെ പീറ്റേഴ്സൺ ഇയാൻ ബെല്ലും വേറെ സൗത്ത് ആഫ്രിക്കൻ കുഴപ്പമില്ല പക്ഷെ വൺഡേയിൽ വിക്കറ്റ് അടിക്കുകയും ചെയ്തു അവൻ 2020 പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ടെസ്റ്റ് ഇംഗ്ലീഷാണ് വേറെ ഗ്യാരി ബാലൻസ് ഹാരി ബാലൻസ് ആണ് സിംബാബ്വെ BBL ഇംഗ്ലീഷ് ചില സമയത്ത് വെസ്റ്റ് ഇൻഡീസിലൊരു ആൻഡേഴ്സന്റെ അൺപ്ലേയബിൾ ഗോൾ തന്നിട്ടുണ്ടായിരുന്നു അത് കണ്ട് പക്ഷേ ഇന്ത്യൻ പിച്ചിനെ പിടിച്ചല്ലേ അത് കണ്ടിട്ട് പോലോ അങ്ങനെ ഇന്ത്യൻ പിച്ചിലാവാൻ പിടിച്ചില്ല എല്ലാ കണ്ടീഷനിലും കളിപ്പിക്കണം ഇന്ത്യയിലൊന്നും തകർത്തറിയ ഓളോചന അമ്മമാർക്ക് ഒരു ഫാസ്റ്റ് വിക്കറ്റ് ഇന്ത്യ നോക്കിയിട്ട് അതെന്താ അവര് ഇന്ത്യ പറഞ്ഞാൽ പറയാം ഞങ്ങൾക്ക് സ്കൂളിൽ ജയിക്കാൻ പറ്റും ഞങ്ങൾക്ക് പറയും പിന്നെന്ന് പറഞ്ഞാലും തീർന്നു ഇംഗ്ലണ്ടിൽ ഓടുത്തന്നെ അവർക്ക് സ്പിൻ കളിക്കാൻ അറിയില്ല നമുക്ക് ഫാസ്റ്റ് കളിക്കാനില്ല രണ്ടുപേരും സ്പിന്നിൽ കളിക്കാൻ പറ്റാ അതല്ലേ കളിക്കാ ഗ്രാഫിക്സിന്റെ എങ്ങനെയാണ് അറിയാൻ പാടില്ലല്ലേ വളരെ മോശം
ഒരു കുളവനാ അത് എന്തോ ഇതിന് പോയപ്പോഴാ ഒന്നും കൂടി അറിയാൻ പറഞ്ഞാൽ പറ്റൂലേ അവൻ ഇങ്ങനെ ഒരു 50 നിൽക്കണം. അവൻ എന്തുണ്ടാവും സ്വിമ്മിങ് പിച്ചിലാണ് പുലിയാണ് ഞാനത് ഫീൽഡിൽ സൂപ്പറാണ് ടോപ്പർ ശരി, അത് കിട്ടുമല്ലോ. അത് ഞാൻ വേണമെങ്കിൽ കൊടുക്കുന്നു. അത് കിട്ടുമല്ലോ ഒന്നും പൈസ കിട്ടുമല്ലോ ആർജൻ ചാമ്പ്യൻസ് ലീഗ് ഏത് രാജ്യത്ത് വെച്ചിട്ടാ ഇങ്ങോട്ട് ചാമ്പ്യൻസ് ട്രോഫി ഇംഗ്ലണ്ടിലല്ല ഇംഗ്ലണ്ടിലാണ് നമ്മൾ പോയി അടിച്ചേരണ്ട ഇംഗ്ലണ്ടിലാണ് അല്ലേ നമ്മൾ പോയി അടിച്ച ഇംഗ്ലണ്ടിലാണ് അലമ്പാ തായ റെഡിയാ ഓസ്ട്രേലിയൻ ടീം ഇപ്പൊ എങ്ങനെയുണ്ട് ബാറ്റിംഗ് വെറുതെ അവർ തന്നെയാണോ പക്ഷെ നമ്മൾ ഇന്ത്യൻ IPL കളിക്കുമ്പോൾ ഭയങ്കര കളിയാണ് എല്ലാം കളി നല്ല ബോളായിരുന്ന ടൊമാറ്റോ ഷൂ വേണ്ടി വരും നിങ്ങളെല്ലാം ഇറങ്ങുന്നില്ലല്ലോ ഓ ആ ഞാൻ എൻ്റെ ഷൂ അടിഞ്ഞോണ്ട് എന്റെ പേര് ചെയ്തു. നീ ആയ പോലല്ലേ എനിക്ക് ചെയ്യുന്നില്ല ഒറ്റ കൊല്ലം കൊണ്ട് നമ്മൾ വന്നതല്ലേ അത് ചെയ്യുവായിരുന്നു. നോക്കട്ടെ. മണ്ടേല് മണ്ടേല് വേണം ഇംഗ്ലീഷ് തിരിച്ചെത്തി തോലിക്ക് നമ്പർ ഒന്നാം പാടാം ഡില്ലേഴ്സിന്റെ കമ്മിയുടെ കൂറയല്ലേ ശരിക്കും എന്ന് പറയാൻ പറ്റില്ല അതിന് ഇഞ്ചുറി വല്ലാതെ ലെക്ചറിയുടെ അല്ല അവൻ അവൻ കൂടുതൽ ഷോർട്ടർ ഫോർമാറ്റ്സ് അല്ലേ പ്രിഫർ ചെയ്യുന്നത് അവന് ടെസ്റ്റ് താല്പര്യമില്ല അത് ഇതുകൊണ്ടാണ് അവൻ 100 ടെസ്റ്റ് അടുപ്പിച്ച് കളിച്ചത് എങ്ങനെയാടാ ആരാ? അവൻ ഒരു ടെസ്റ്റിലും മിസ്സാക്കണ്ട 100 ടെസ്റ്റ് കളിച്ചത് ആര്? അവൻ ചുമ്മാ മാറി മാറി കളിക്കും. ആര് ചെയ്യും അതേപോലെ ലെഫ്റ്റ് വീജ വിജയ് പ്രഭു എന്ന് പറഞ്ഞാൽ അവന് ഒരു ഷോട്ട് കയറി നേരെ വന്നാൽ വന്നാൽ ഒരു തോമ്പും. ആൽസാമിന് കുറച്ചുകൂടെ സ്ട്രെറ്റിഷ് വിളിക്കത്തില്ല ഷാപ്പിങ് നല്ല സ്പീഡാണ്. അതന്നാ CSE-ലാണ് രഞ്ജന കാണണ്ട ലാസ്റ്റ് 4 ഓവർ കാണേണ്ടതായിരുന്നു 76 ഡിഫെൻഡ് ചെയ്യുക 76 നമ്മൾ ഡിഫെൻഡ് ചെയ്യുക ലാസ്റ്റ് 4 റൺസ് ജയിക്കാൻ 3 റൺസ് ബാക്കി ചാമ്പിക്കോ ജാബ്സ് 2 ഓവർ അല്ല ഒരു റൺ ജയിക്കാൻ വേണ്ടപ്പോൾ ഞങ്ങള് 8 പേര് അവനറിയാൻ പറ്റില്ല അതല്ല നമ്മൾ 30 അകത്ത് നിൽക്കുന്നത് ഏത് പോയി അതിനറിയാൻ പറ്റില്ല ആർക്കാ അവനാണ് അവിടെ നിൽക്കുന്നത് അല്ലല്ല ജാബ്സ് ഇവിടെ അടുത്തവിടാണ് ആ രാജാണ് അവന് ജാബ്സിൽ എവിടെ മിഡോൺ ഔട്ട്ഫീൽഡർ നമുക്ക് നഷ്ടമായി പോയി ആര്